കോഴിക്കോട് അധ്യാപകർ അറസ്റ്റിലായ MDMA കേസിൽ റിമാൻഡിൽ കഴിയുന്ന മുഖ്യപ്രതി കീർത്തനയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ അന്വേഷണ സംഘം നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കീർത്തനയ്ക്ക് ശേഷം പിടിയിലായ മറ്റു പ്രതികളായ കാവ്യ, നിഷ, ജിതിൻ കുര്യാക്കോസ് തുടങ്ങിയ പ്രതികളെ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകുവാനായി ചേരുന്നത്. അനഘ, വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കേസാണ്. അധ്യാപകർ തന്നെ MDMA കേസിൽ പിടിയിലായ സംഭവം. ഇന്ന് എപ്പോഴാണ് കീർത്തനയെ കോടതിയിൽ ഹാജരാക്കുക? മറ്റ് പ്രതികൾ നൽകിയിരിക്കുന്ന ജാമ്യാപേക്ഷ സംബന്ധിച്ച് കോടതിയുടെ വിധി വരുന്നത് എപ്പോഴാണ്? ഗൗതം, ഏറെ ചർച്ച ചെയ്യപ്പെട്ട, ഏറെ ആശങ്കയുണ്ടാക്കിയ ഒരു കേസായിരുന്നു അധ്യാപകരടക്കം MDMA കേസിൽ അകപ്പെട്ടത്. ഈ കേസിന്റെ തുടക്കം എന്ന് പറയുന്നത് വടകര സ്വദേശിയായിട്ടുള്ള റിസ്വാനിൽ നിന്നാണ്. റിസ്വാനിൽ നിന്ന് ഈ MDMA പിടികൂടുന്നു. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ അധ്യാപകരായിട്ടുള്ള കാവ്യയിലേക്ക് എത്തുന്നത്. കാവ്യയിൽ നിന്ന് സുഹൃത്തായിട്ടുള്ള മറ്റൊരു അധ്യാപിക കീർത്തനയിലേക്കും ദിവ്യയിലേക്കുമൊക്കെ എത്തുന്നു. ഇന്ന് ഈ കേസിൽ ഈ കീർത്തനയാണ് ഈ ദിവ്യയെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും ഈ MDMA കടത്തിലേക്ക് എത്തിച്ചത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ. കീർത്തനയെ റിമാൻഡിലാണ്. ഈ റിമാൻഡിലായിട്ടുള്ള കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള കീർത്തനയ്ക്കായിട്ടാണ് ഈ പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. NDPS കോടതിയാണ് പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്ന് കോടതിയിൽ അല്പസമയത്തിനകം തന്നെ, കോഴിക്കോട് കോടതിയിൽ അല്പസമയം തന്നെ കീർത്തനയെ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും എത്ര ദിവസത്തെ കാലാവധിയായിരിക്കും, എത്ര ദിവസത്തേക്കായിരിക്കും അന്വേഷണ സംഘത്തിന് കീർത്തനയെ വിട്ടുകൊടുക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ തീരുമാനം ഉണ്ടാവുക. കഴിഞ്ഞ ദിവസം കേസിലെ ദിവ്യയും മറ്റ് ജിജിൻ കുര്യാക്കോസ് അടക്കമുള്ളവർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. പക്ഷേ ഈ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കേസിൽ ഘട്ടം ഘട്ടമായി നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഷിബു, ഇദ്ദേഹം വയനാട് സ്വദേശിയാണ്. ഇയാളാണ് ഈ 3 അധ്യാപകരെ അടക്കം ഈ കേസിലേക്ക് വ്യക്തമാണ്. അധ്യാപകർ അടങ്ങിയ MDMA കേസിൽ ആദ്യം അറസ്റ്റിലായ കീർത്തനയെ അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് കോടതിയിൽ എത്തിക്കും. മറ്റു പ്രതികൾ ജാമ്യാപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ട്. അനഘ ഹർഷനാണ് വിശദാംശങ്ങൾ നൽകിയത്.